السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الأحد الجبار والصمد الغفار. وأشهد أن لا إله إلا الله الواحد القهار. وأشهد أن محمدًا عبده ورسوله النبي المختار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو تقول علينا بعض الأقاويل لأخذناها منه باليمين ثم لقطعنا منه الوتين. إليك يا ربي قد وجهت حاجاتي وجئت ببابك يا ربي برغباتي. أنت العليم الذي يجري الضمير به يا عالم الغيب علام الغيوبات. قض الحوائج لي ربي ولست أرى سواك يا ربي من قاض لي حاجاتي قاض لي حاجاتي. ഏറെ സ്നേഹബഹുമാനം നിറഞ്ഞ കാരണന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, അതിലുപരി ഈ ചെകരിയൻ മൂച്ചി എന്ന് പറയുന്ന ഗ്രാമാന്തരീക്ഷത്തിൽ സദസ്സിന് പുറത്ത് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതരമത ആദർശ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പല വ്യത്യസ്തമായ ചിന്തകളോടുകൂടെ തന്നെ ഈ ഒരു സംസാരത്തെ ശ്രവിക്കുന്ന, കാതോർക്കുന്ന ആളുകളുണ്ടായേക്കാം. പ്രിയമുള്ളവരെ, പലവിധ തെറ്റിദ്ധാരണകൾ ആളുകളുടെ മനസ്സുകളിലൂടെ കടന്നു വരുമ്പോൾ, ഒന്ന്, ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നവർ മുജാഹിദുകളാണ്, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആളുകളാണ്. അതുകൊണ്ട് തന്നെ അതിവിടെയുള്ള സമസ്തക്കാരെ മോശക്കാരായി ചിത്രീകരിക്കാനാണ് ആ സംസാരം നടത്തുന്നത് എന്ന ഏതെങ്കിലും രീതിയിൽ ശ്രവിക്കുന്നവരുണ്ടെങ്കിൽ
ആരെങ്കിലും മോശക്കാരായി ഇകഴ്ത്തി സംസാരിക്കാനോ നിന്ദിക്കാനോ വ്യക്തിഹത്യ നടത്താനോ നമ്മുടെ പ്രബോധന ശൈലിയിൽ നമ്മൾ ആരും ഉദ്ദേശിക്കുന്നില്ല. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ പ്രമാണങ്ങൾ ഉദ്ധരിച്ച്, തെളിവുകൾ ഉദ്ധരിച്ച് ഇന്ന വിഷയം ഇന്നതാണ് എന്ന് പറയുക മാത്രം. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, അല്ലേ നിങ്ങൾക്ക് തള്ളിക്കളയാവുന്നതാണ് എന്ന് വിചാരിച്ച് രാജ്യത്തിൻ്റെ പ്രത്യക്ഷമായ ശത്രുവിനെതിരെ പൊതുസമൂഹത്തിലൂടെ ഒരേ പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചു നിൽക്കാൻ അത് ഇക്ക് സമസ്തയാണെങ്കിലും എപി സമസ്തയാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിലും ആര് തന്നെയാണെങ്കിലും ഇവിടുത്തെ ഹൈന്ദവരാണെങ്കിലും ക്രൈസ്തവരാണെങ്കിലും ഒക്കെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രത്യക്ഷമായ ശത്രുവിനെതിരെ ഒന്നിച്ചു നിൽക്കാൻ നമ്മളൊക്കെ തയ്യാറാണ് എന്നുള്ളതിലും ഒരു സംശയവുമില്ല. ഒരു ഇലക്ഷൻ്റെ ചൂടിലാണ് നമ്മളെല്ലാവരും വന്ന് നിൽക്കുന്നത്. സ്വാഭാവികമായും ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളൊരു വ്യാകുലതയോടെ നോക്കിക്കാണുന്ന ആളുകളുണ്ടാകാം. അള്ളാഹുവിൻ്റെ തീരുമാനം അത് ഖൈറായി സംഭവിക്കും. അസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും. ഒരുപക്ഷെ നമ്മൾ വെറുപ്പോടുകൂടെ കാണുന്നൊരു കാര്യം അത് ഖൈറായി വന്നേക്കാം. നമ്മൾ ഖൈറെന്ന് വിചാരിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല തട്ടിമാറ്റുന്നുണ്ടെങ്കിൽ അത് അള്ളാഹിൻ്റെ അടുക്കൽ മറ്റൊരു ഉപദ്രവം തടയാൻ അല്ലെങ്കിൽ ഖൈർ വരാനായിരിക്കാം. നമ്മുടെ ഈമാനിനെ കൃത്യമാക്കി നിർത്തി. പക്ഷെ സ്വാഭാവികമായും ആളുകളൊക്കെ ഇങ്ങനെ വ്യാകുലത നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പൊ ദീന് പറയാനാണോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. പ്രിയമുള്ളവരെ, ആ ദീന് പറഞ്ഞ ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനോ വെറുപ്പുണ്ടാക്കാനോ ഒന്നുമല്ല. കാലാന്തരങ്ങളിലൂടെ എന്ന് ദീന് പറഞ്ഞിട്ടുണ്ടോ ആ കാലഘട്ടത്തിൽ അതിനെ എതിർക്കുന്ന ആളുകൾക്ക് പറയാനുള്ളൊരു കുതന്ത്രം മാത്രമാണ് ഇവർ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വന്നവരാണ്. അതെൻ്റെ ഒരു വാക്കല്ല. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്ന കാലഘട്ടം, ആ കാലഘട്ടങ്ങളിൽ പ്രവാചകൻ 40 വയസ്സ് വരെ അല്ലമീനാണ്, ജനങ്ങൾക്കിടയിൽ വിശ്വസ്തനാണ്. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞാലും ആ ജനത സ്വീകരിക്കുന്ന ഒരു കാലഘട്ടങ്ങളിൽ അവരോട് ആ മലമുകളിൽ കയറി നിന്ന് ലോകത്തിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അല്ലമീൻ എന്ന് വിളിച്ച നാവ് കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ചവർ പറയുന്ന ഒരു വാക്കുണ്ട്, തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദ ജമഅതന. മുഹമ്മദ്, നിനക്ക് നാശമുണ്ടാവട്ടെ, ഇതിനു വേണ്ടിയിട്ടാണോ നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത്? പിന്നെ പറഞ്ഞ വാക്ക് അന്തല്ലദീ ഫറഖ്ത ജമാഅതന വസബ്ബബ്ത ആലിഹതന. നീ ഞങ്ങളുടെ സമൂഹത്തിൽ ജമാഅത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വന്നവനാണ്, ഞങ്ങളുടെ ഇലാഹുകളെ കുറ്റം പറയാൻ വന്നവനാണ് നീ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. സൂറത്ത് ബയ്യനയുടെ തുടക്കത്തിലെ അല്ലാഹു തആല പറഞ്ഞു, ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന മുൻഫക്കീന ഹത്താ തഅതിയഹുൽ ബയ്യന. വ്യക്തമായ ഒരു തെളിവ് വന്നു കിട്ടുന്നത് വരെ വേറിട്ട് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായിട്ടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അവരൊക്കെ വിചാരിക്കുന്ന ഇതാണ് ശരിയെന്ന് പറയുമ്പോൾ അതിൽ നിന്നൊരു യാഥാർത്ഥ്യം അല്ലാഹു തആല തൗഹീദൻ അവരിലേക്ക് പ്രവാചകന്മാർ മുഖേന ഇറക്കി കൊടുക്കുമ്പോൾ അനുകൂലിക്കുന്നവരുണ്ടായി, പ്രതികൂലിക്കുന്നവരുണ്ടായി. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, കേൾക്കാനും പഠിക്കാനും നാളെ പരലോകത്തെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളോട് അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, ബശ്ശിർ ഇബാദ്, എന്റെ അടിമകളോട് സന്തോഷ വാർത്ത അറിയിക്കുക. ആരാ അടിമകൾ എന്നറിയുമോ? അല്ലദീന യസ്തമിഊനൽ ഖൗല, വാക്കുകളെ ശ്രദ്ധയോടുകൂടെ കേൾക്കുന്നവരാണ്. വയത്തബിഊന അഹ്സന, അതിൽ ഏറ്റവും നല്ലതിനെ മാത്രം പിന്തുടരുകയും ചെയ്യുക. എല്ലാം കേട്ടു, അതിൽ ഏറ്റവും നല്ലത് ഏതാണോ ആ നല്ലതിനെ പിന്തുടരുന്ന ആളുകൾ, അവർക്കാണ് അല്ലാഹു തആല മാർഗദർശനം നൽകുന്നത്. അവരാണ് ബുദ്ധിമാന്മാരായ ആളുകൾ എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇവിടെ സ്വാഭാവികമായും ഒരു സംസാരത്തിൽ ഭൗതികമായ ഒരു ലക്ഷ്യവും വെച്ചുകൊണ്ടല്ല ഈ സംസാരം ഇവിടെ നടക്കുന്നത്. സ്വാഭാവികമായും ഒരു ഇലക്ഷന്റെ ചൂടിൽ നിൽക്കുമ്പോൾ അടുത്ത ഇനി വരാനിരിക്കുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഒരു സ്ഥാനാർത്ഥി പുൽപ്പറ്റ മേഖലയിൽ മത്സരിക്കാനില്ല. അതല്ലെങ്കിൽ അടുത്ത നിയമസഭയിൽ ഏതെങ്കിലും രീതിയിൽ ഒരു വോട്ട് ബാങ്ക് കച്ചവടങ്ങൾ നടത്താൻ ഈ സംഘടന തയ്യാറല്ല. ആളുടെ അംഗബലങ്ങളെ കാണിച്ച് ഒരു പ്രൗഢത നടിക്കാൻ, ആ രീതിയിലൂടെ ആളുകൾക്ക് മുമ്പിൽ പ്രൗഢി നടിക്കാനും ആഗ്രഹിക്കണില്ല. മറിച്ച് അൽഹംദുലില്ലാഹ് ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുമ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയാൻ
നിന്റെ പ്രമാണങ്ങളെ ഞങ്ങളുടെ എളിയ കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തി ഈ ഗ്രാമത്തിലും ഞങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുക മാത്രമാണ് പ്രിയമുള്ളവരെ. വാശിയോ വൈരാഗ്യങ്ങളോ അതിന്റെ പിന്നിലില്ല. നമ്മളല്ലെങ്കിലും ആരോട് വാശി പിടിക്കാനാണ്? നമ്മളൊക്കെ ഒറ്റപ്പെടുന്ന ഒരു നിമിഷം ജീവിതത്തിൽ വരാണ്ട് അന്ന് ആരും ഉണ്ടാവില്ലേ കൂടെ? നമ്മളൊക്കെ വിചാരിക്കുകയാണ് നാട്ടിൽ കുറെ ആളുകളും അംഗബലങ്ങളൊക്കെയാണ് എൻ്റെ ബലമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ അവസാനം കുറിക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മൾ വിചാരിക്കുക എനിക്ക് കുറെ ആളുകളുണ്ട്, എന്നെ വേണ്ടപ്പെട്ടവരാണ്. അവസാനം മയ്യത്തിങ്ങനെ കാണിച്ചു കൊടുക്കാൻ ആള് ചോദിക്കും ഇനി ആരെങ്കിലും കാണാണ്ടോന്ന്. അവസാനം പറയും ഇനി ആരുമില്ല, എന്നെടുക്കല്ലേ, പോയിട്ട് വേറെ പണിയുണ്ട്. എല്ലാവരും അവരുടെ തിരക്കിലേക്ക് മാറാണ്. ഖബർസ്ഥാനിലൂടെ മയ്യത്ത് കൊണ്ടുവന്നാൽ മുത്തറസൂൽ പറയാണ് ഇസ്തഗ്ഫിറൂ ലിഅഖീകും വസലുഹു ലഹു തസ്ബീത്. നിങ്ങളുടെ സഹോദരന് വേണ്ടി അല്ലാഹുവോട് നിങ്ങൾ പൊറുക്കലിനെ തേടണേ. നിങ്ങൾ ഖബറിലൂടെ സ്ഥൈര്യം നൽകാൻ ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യണമെന്ന് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ഇന്ന പദമെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് ഏത് പ്രാർത്ഥനയാവാം. ഓരോരുത്തരും തന്റെ സഹോദരന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ എന്ത് ചെയ്യും? അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിമുൽ ജവാബ്. ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കണ്ണിങ്ങനെ പരതും. ആരാ നിർത്തണമെന്ന് അറിയാൻ. നിർത്തിയാ പോവായിരുന്നു, തിരക്കുണ്ട്. ഇത്രയല്ലുള്ളൂ പ്രിയമുള്ളവരെ. എല്ലാവരും പോയാൽ അവസാനം മരിച്ച ആളുടെ അടുത്ത ബന്ധുക്കളോ മക്കളോ അവിടെ നിൽക്കും. അവസാനം അവരും സലാം പറഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ ഖബർസ്ഥാന്റെ 6 അടി മണ്ണിൽ മൂടുകല്ലുകൾക്ക് താഴെ, മൂടുപലകൾക്ക് താഴെ നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത്രയുള്ളൂ. നമ്മുടെ കൂടെ ആരുമില്ല. നമ്മുടെ പേരിന് പോലും ബലമില്ല പ്രിയമുള്ളവരെ. ഇല്ല ഇല്ല. സ്വാഭാവികമായും ഒരു ദീർഘമായ യാത്രകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് ഞാൻ ഇന്ന് ഈ നാട്ടിലേക്ക് കടന്നു വരുമ്പോ എൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന ആളുകൾ എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും ഞാനുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് വിളിച്ചിട്ട് ചോദിക്കും ഷാഫി എവിടെയാ? പറയുന്ന വാക്ക് ഒരുപക്ഷെ സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞേക്കാം. നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, ഈ യാത്രക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കൊരു മരണം തന്നാൽ എൻ്റെ പേരിന്റെ 2 അക്ഷരം പോലും എനിക്ക് നഷ്ടമായില്ലേ? പിന്നെ ചോദിക്കണ ഒരാൾ പോലും ചോദിക്കില്ല ഷാഫി എവിടെയാന്ന് ചോദിക്കില്ല. ചോദ്യം മാറി, മയ്യത്ത് എവിടെയാ? മയ്യത്ത് ഇപ്പൊ എവിടെയാ? ഏത് ഹോസ്പിറ്റലിലാണ്? അത്രയുള്ളൂ പ്രിയമുള്ളവരെ. അത്രയുള്ളൂ പ്രിയമുള്ളവരെ. പറന്നു വീണ നാളെ മുതൽ വാപ്പാ എന്നല്ലാതെ വിളിച്ചിട്ടില്ലാത്ത മകൻ. വാപ്പാനെ കുളിപ്പിക്കല്ലേ, വാപ്പാനെടുക്കല്ലേ എന്ന് പറയില്ല. മയ്യത്ത് കുളിപ്പിക്കല്ലേ. നമ്മുടെ വീടിന് പോലും നമുക്ക് അവകാശമില്ലല്ലോ. റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ അനന്തരാവകാശികൾക്ക് മാറി. ഒരു ഭാര്യയും പറയില്ല ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് പണിത വീടല്ലേ, ഒരു 2 ആഴ്ച കൂടെ കിടന്നോട്ടെ. നേരത്തോട് നേരമെത്തി ആരും മറവ് ചെയ്യാൻ വരുന്നില്ലെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരമറിയിക്കും. ആരും മറവ് ചെയ്യാൻ വരണില്ല. അത്രയുള്ള പ്രിയമുള്ളവരെ. മൈനറിയ തീമായി കൺതടം ഒലിച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ, തിരുമുമ്പിലെന്നും പുഞ്ചിരിച്ചവളല്ലേ, വാവിട്ടു നിലവിളിക്കുന്നതത്ഭുതമല്ലേ. ഇന്നിന്റെ മക്കൾ നാളെ യതീമുകളായി മാറുമ്പോ, ഇന്ന് വീട്ടിലേക്ക് കടന്നു വരുമ്പോ പുഞ്ചിരിയോടുകൂടെ സ്വീകരിക്കുന്ന ഭാര്യ നാളെ അതേ മയ്യത്തിന്റെ അരികിലിരുന്ന് പൊട്ടിക്കരയുമ്പോ, ഇന്ന് ജനാസക്ക് വേണ്ടി അന്ത്യചുംബനം കൊടുക്കുന്ന ഭാര്യയാണെങ്കിൽ നാളെ ഇവന്റെ മരണത്തോടുകൂടെ മറ്റൊരുത്തന്റെ മണിയറയിലെ മണവാട്ടിയായി മാറുമ്പോ അത് ലോകത്ത് നടക്കാനിരിക്കുന്ന യാഥാർത്ഥ്യമാണെന്ന് പഠിപ്പിച്ചു തരുമ്പോ, അത്രയുള്ളൂ പ്രിയമുള്ളവരെ. അത്രയുള്ളൂ പ്രിയമുള്ളവരെ. എല്ലാം അതോടുകൂടെ അവസാനിക്കുന്ന, നമുക്കറിയില്ല നാളെ അടുത്ത നിമിഷം എന്താണ്. നിങ്ങളാക്കി പുൽപ്പറ്റയുടെ ഭ്രാന്തപ്രദേശങ്ങളിലൂടെ ജീവിക്കുന്നവരെ, നമ്മുടെ മയ്യത്ത് പൊതിയാനുള്ള കഫൻ പുടവ ഇന്ന് ഈ സന്ദർഭത്തിൽ എവിടെയാ? ഏതോ ഒരു പ്രത്യേകമായ മില്ലിൽ നിന്ന് തുണിയായി വന്ന് മഞ്ചേരിയുടെ പരിസരത്തിലെ ഏതോ ഒരു കടയിലെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നതും നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മളൊക്കെ വിചാരിക്കുന്നുണ്ട് നമ്മുടെ കാലുകൊണ്ട് ഇങ്ങോട്ട് നടന്നു വന്നവരാണ്.
തിരിച്ചതേ കാലുകൊണ്ട് നടന്നു പോകാൻ സാധിക്കോ? മറ്റുള്ളവന്റെ ചുമലേറി പോകേണ്ടി വരുമോ? പക്ഷെ എന്തെന്നറിയോ, ദീനിന്റെ കാര്യത്തിൽ നമ്മൾ പറയും ഞാനിങ്ങനെ ജീവിച്ചു വന്ന രീതി ഉണ്ടല്ലോ, അതൊന്നും ഇനിയിപ്പോ ഒരു മാറ്റം പെടുത്തൊന്നും വേണ്ട. ഒക്കെ മരിച്ചു പോയാൽ അറിയാലോ സത്യം ഏതാണ് അസത്യം ഏതാണ് അറിയുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ തിരിച്ചു വന്ന് ശരിയാക്കാൻ ഒരവസരമല്ല തരില്ല എന്ന ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. കാരണം മരിക്കണ നേരത്തൊക്കെ ബോധ്യപ്പെടും. അതുകൊണ്ടാണല്ലോ അള്ളാഹ് പറഞ്ഞത് ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യ. വിശുദ്ധ ഖുർആനിൽ 23-ാമത്തെയും സൂറത്ത് മുഅ്മിനൂൻ 99-100 ആയത്തുകളിലൂടെ കാണാം. മനുഷ്യൻ അല്ലാഹുവോട് പറയാൻ, റബ്ബിർജിഊൻ, ഒന്ന് മടക്കി തരുമോ അല്ലാഹ്, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഇതുവരെ ചെയ്യാതെ വിട്ടേച്ചു പോയ അമലുകളൊക്കെ ചെയ്തോളാം അല്ലാഹ്, ഒന്ന് മടക്കി തരോ, ചെയ്യാതെ വിട്ടുപോയത് മുഴുവനും ചെയ്തോളാം അല്ലാഹ്. അല്ലാഹു മലക്കുകളോട് പറയുന്ന വാക്കെന്താണെന്നറിയുമോ? കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, വേണ്ടാട്ടോ, അവൻ വെറുതെ പറയുന്നൊരു വർത്തമാനം മാത്രമാണത്. ഇനി അവന്റെ പിന്നിലുള്ളത് എന്താണെന്നറിയുമോ? വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, അവന്റെ പിന്നിലുള്ളത് മറയാണ്, ഖബറിന്റെ ജീവിതമാണ്, അവന്റെ ബർസഖിന്റെ ജീവിതമാണ്. മടക്കിവിടണ്ട. അവിടെ മാത്രമല്ല, സൂറത്ത് മുനാഫിഖൂനിന്റെ അവസാനത്തിലും ഇതേ വിഷയം അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. പരലോകത്തിലൂടെ കടന്നു വരുമ്പോ അല്ലാഹു മൃഗങ്ങളെ മുഴുവനും മണ്ണാക്കി കളയുന്ന നിമിഷങ്ങളിലൂടെ എല്ലാം നിഷേധിച്ചു തള്ളുന്ന കാഫിർ പോലും പറയുന്ന വാക്കെന്താണെന്നറിയുമോ? വയഖൂലുൽ കാഫിറു യാ ലൈതനീ കുന്തു തുറാബാ, ഞാനും ഒരു മണ്ണായിരുന്നെങ്കിൽ എന്ന് വിലപിക്കുകയാണ്. തിന്മ ചെയ്തു പോയ ആളുകൾക്ക് ഇടത് കൈയിലൂടെ ഗ്രന്ഥം കൊടുക്കുന്ന രംഗം കാണുമ്പോ ആ സമയത്ത് പോലും പറയണ വാക്കുണ്ട്, ആ സമയത്ത് പോലും എനിക്കത് കിട്ടാതിരുന്നെങ്കിലെന്ന് വിലപിക്കുന്നുണ്ട്. പക്ഷേ കാര്യമില്ല. എന്തിനേറെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നന്നാകണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹാമീം സദയിലൂടെ അല്ലാഹു പറഞ്ഞ വാക്കുണ്ട്, വലൗ തറാ ഇതിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം, വലൗ തറാ ഇതിൽ മുജ്രിമൂന, കുറ്റവാളികളായ ആളുകളെ നീ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, നാകിസൂ റൂസിഹിം, അവരുടെ തലകളെ അവർ കുത്തിപ്പിടിച്ചതായ അവസ്ഥകളിലൂടെ കടന്നു വരുമ്പോ അവര് പറയുന്നുണ്ട്, റബ്ബനാ അബ്സർനാ വസമിഅനാ, ഞങ്ങളെ കണ്ടു അല്ലാഹ്, ഞങ്ങൾ കേട്ടുപോയി റബ്ബേ, സബാനിയത്തിന്റെ മലക്കിന്റെ കയറ്റവും ഇറക്കവും ഞങ്ങൾ കണ്ടു അല്ലാഹ്, കൊട്ടാരങ്ങളൊക്കെ തീപ്പരികൾ പാറുന്നത്, നരകത്തിന്റെ ഭയവിഹ്വലമായ കാഴ്ചകളെ ഞങ്ങൾ കണ്ടുപോയതാണ്. വസമിഅനാ, അതിന്റെ ഇരമ്പലും മട്ടഹാസവും മലർച്ചയും ഞങ്ങൾ കേട്ടുപോയതാ. അതുകൊണ്ട് തന്നെ ഫർജിഅനാ നഅമൽ സ്വാലിഹാ, ഒന്ന് മടക്കി തരികയാണെങ്കിൽ നല്ലതുപോലെ ജീവിച്ചോളാമല്ലാ, നല്ലതുപോലെ അമൽ ചെയ്തോളാമല്ലാ, നല്ലതുപോലെ പ്രവർത്തിച്ചോളാമല്ലാ. ഇന്നാ മൂഖിനൂൻ, തീർച്ചയായും ഞങ്ങൾ ദൃഢവിശ്വാസികളായി കൊള്ളാമല്ലാ, ഉറപ്പായുമല്ല എന്ന് റബ്ബിനോട് പറയുമ്പോ അല്ലാഹു പറയുന്ന വാക്കെന്താണെന്നറിയുമോ? നരകത്തെ നിറക്കുമെന്നുള്ളതിന്റെ വാഗ്ദത്തമാണെങ്കിൽ ഫദൂഖൂ ബിമാ നസീതും ലിഖാഅ യൗമികും ഹാദാ, ഈ ദിവസത്തെ കണ്ടുമുട്ടുമെന്നുള്ളതിനെ നിങ്ങൾ മറന്നതല്ലയോ, അതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചോ, നിങ്ങൾ ആസ്വദിച്ചോ എന്ന് അല്ലാഹു അവരോട് പറയുന്ന നിമിഷമുണ്ടെന്നാണ്. അതുകൊണ്ട് അല്ലാഹു പറയാണ്, ഇന്നാ നസീനാക്കും, ഇന്ന് നാം നിങ്ങളെയും മറന്നു കളയുകയാണ്. ദുനിയാവില് എന്നെ നിങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു പറയുന്നു, ആഖിറത്തിന് ഞാൻ നിങ്ങളെയും മറന്നു കളയുകയാണ്. അല്ലാഹു അവരെ മറക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ആ നേരത്തും നമ്മളൊക്കെ ആലോചിക്കേണ്ട, ദുനിയാവിലെ 60 കൊല്ലം ജീവിച്ചവനും 70 കൊല്ലം ജീവിച്ചവനും അള്ളാഹിനോട് ചോദിക്കുന്നത് ഒരല്പ സമയം തരുമെന്ന. അവസാന മൂമെന്റില്ലേ,
നരകത്തിലേക്ക് ചങ്ങലകളാൽ മുഖം കുത്തി വലിച്ച് നരകത്തിലേക്ക് എറിയപ്പെടുന്നതിന്റെ അവസാന നിമിഷത്തിൽ പോലും അള്ളാഹിനോടൊന്ന് പറഞ്ഞു നോക്കും, ഒരൽപ്പസമയം ഒന്ന് മടക്കി തരോ, ഒരൽപ്പസമയം മടക്കി തരോ. അള്ളാഹു തരൂല്ല കേട്ടോ, അല്ല തരില്ല. എന്തുകൊണ്ടെന്നറിയോ? അള്ളാഹു തആല കഠിനമായി ശിക്ഷിക്കുന്നവനാണ് ശദീദുൽ ഇഖാബ്. പക്ഷെ അള്ളാഹിന്റെ കാരുണ്യമാണ് അവന്റെ കോപത്തിന് അതിജയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ദുനിയാവിലെ അള്ളാഹു ഒരു വേദഗ്രന്ഥം തന്ന് ഇത് മുഴുവനും നേരത്തെ പഠിപ്പിച്ചു, ഒരു പ്രവാചകനെ തന്നതിനെ വിശദീകരിച്ചു തന്നു. എന്നിട്ടും അത് ഉൾക്കൊള്ളാതെ നാളത്തെ കാലത്തിന്റെ വിധിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ നമ്മുടെ ജീവിതത്തിലെ ഒറ്റപ്പെട്ടാൽ ആരുണ്ടാവില്ല. ലോകത്തോടെ വിട പറയുന്ന മലക്കുൽ മൗത്തിനെ മുഖാമുഖം കാണുന്ന നിമിഷങ്ങളില് പ്രിയപ്പെട്ട ഭാര്യയുടെ മടിത്തട്ടിലാ, ഉമ്മാന്റെ മടിത്തട്ടിലാ, ബന്ധുക്കളെ മുഴുവനും അവിടെ ചുണ്ടിലേക്ക് വെള്ളം തൊട്ട് തരുന്ന സമയമാണെങ്കിൽ പോലും 50-ാം അധ്യായം സൂറത്ത് ഖാഫിലോട് അള്ളാഹു പറഞ്ഞതുപോലെ കണ്ണിന്റെ മറ പോലും അള്ളാഹു നീക്കിക്കളയുന്ന നിമിഷത്തില് അതുവരെ കാണാത്ത രൂപത്തിലൂടെ കണ്ണെത്താ ദൂരങ്ങളിലൂടെ മലായിക്കത്തുകളെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇദാ ബലഅതി തറാഖിയ വഖീല മൻ റാഖ് വദന്ന അന്നഹുൽ ഫിറാഖ് വൽതഫതി സാഖ് ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. വേണ്ടടോ, ഇതാ ബലഅതി തറാഖിയ റൂഹ് വന്ന് തൊണ്ടക്കുടിയിലൂടെ കുരുങ്ങുമ്പോ വഖീല മൻ റാഖ്, ഇനി വൈദ്യം നടത്താൻ ആരുണ്ട്, ചികിത്സ നടത്താൻ ആരുണ്ട്, അറ്റകൈ പ്രയോഗിക്കാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോ അവരുടെ വേർപാടിന്റെ സമയമാണെന്നവരെ മനസ്സിലാക്കുമ്പോ വേദന സഹിക്കാൻ വയ്യ. അവരുടെ കണങ്കാലിനോട് കൂട്ടിപ്പിരിക്കപ്പെടുകയാണ്. ഇലാഹ റബ്ബിക യൗമഇദിനിൽ മസാഖ്, നിന്റെ രക്ഷിതാവിലേക്കാണ് നിന്നെ നയിക്കപ്പെടുന്നത് എന്ന് പറയുമ്പോ ഇന്നതാണ് മരണത്തിന്റെ വേദന എന്ന് പറയാ. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ കൊണ്ടോ ഹദീസുകളെ കൊണ്ടോ സാധ്യമല്ലെങ്കിലോ ഉലമാക്കൾ പറയാ, പച്ചയായ ശരീരങ്ങളിലൂടെ 1000 വരുന്ന കത്രികകളെ കൊണ്ട് വെട്ടിമുറിക്കുന്നതിനേക്കാളും വേദനയാ. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മരണത്തിന്റെ വേളകളിലോട് അദ്ദേഹത്തിന്റെ മകൻ തന്നെ ചോദിക്കുന്നു, വാപ്പാ നിങ്ങളല്ലേ പറയാറുള്ളത് മരണത്തിന്റെ രംഗമൊന്ന് വിശദീകരിച്ചു തരാൻ തന്റെ ഇടമുള്ള ഒരാളെ കണ്ടിരുന്നെങ്കിലെന്ന്, ഇപ്പൊ അങ്ങ് സക്കറാത്തിന്റെ അവസ്ഥയിലാണല്ലോ എന്ന് ചോദിക്കുമ്പോ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മോനെ, ഒരു മൂലയിലൂടെ ചുരുട്ടിക്കൂട്ടിയതുപോലെ കാൽപാദത്തിനടിയിലൂടെ മുള്ളിന്റെ കൊളുത്തുകൾ കൊണ്ടുവന്നിട്ട് തലച്ചോറ് വരെ കൊളുത്തി വലിക്കുന്ന രീതികളിലൂടെ അസഹനീയമായ വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് മോനെ. തുന്നുന്ന സൂതിയുടെ ദ്വാരത്തിലൂടെ ശ്വാസമെടുക്കുന്നതിനേക്കാളും പ്രയാസമാ. എന്റെ പ്രിയമുള്ളവരെ, അത്ര കഠിനമാണ് വേദനയെങ്കിലോ ഒരാളും ഏറ്റെടുക്കാനില്ലാതെ ഏതോ ഒരു പ്രത്യേകമായ ദിശയിലേക്ക് കണ്ണ് നട്ട് കണ്ണിലോട് ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ സ്വന്തം കരങ്ങളെ കൊണ്ട് തുടക്കാൻ പോലും കഴിയാതെ നിസ്സഹായനായി കാത്തുകെട്ടിക്കിടക്കുന്ന നിമിഷങ്ങളിലോട് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്തുകളെ കണ്ടു മരിക്കാ സ്വർഗീയമായ കഫംപടവയുമായി വരുന്ന സമാധാനമടങ്ങുന്ന ആത്മാവയും അഭിസംബോധനം ചെയ്യുന്ന മലായിക്കത്തുകൾ വരുന്ന ഒരു കോജയിൽ നിന്ന് വെള്ളമെടുക്കുമ്പോ അതിന്റെ ദ്വാരത്തിലൂടെ എത്ര ലോലമായി ലളിതമായി വെള്ളമൊഴുകുന്നവോ അതുപോലെ റൂഹ് പിടിക്കപ്പെടുന്ന ഭാഗ്യവാന്മാരായി മാറാൻ ഇപ്പൊ തീരുമാനിക്കാനാണ്. ആ നേരത്തൊരാളെ പോലും ഏറ്റെടുക്കാനില്ല. വീട്ടിൽ നിന്ന് മയ്യത്തിറക്കുന്ന നിമിഷമില്ലയോ, പ്രിയപ്പെട്ട ഭാര്യ കരയാണ്, മക്കള് കരയാണ്, എനിക്കിനി ആരാ എന്ന് പറഞ്ഞ് കരയുന്ന നിമിഷങ്ങളിലോട് എന്റെ പെങ്ങളോ, നിനക്ക് നിന്റെ ബാപ്പയുണ്ട്, സഹോദരന്മാരുണ്ട്, ബന്ധുമിത്രാദികളുണ്ടെങ്കിൽ ആ പോകുന്ന മനുഷ്യന് ഇനി ആരാ?
നടന്ന് നീങ്ങുന്ന ജനസഞ്ചയത്തില് അങ്ങേ തലക്കൽ ആടിയൊറിയുന്ന മയ്യത്ത് കെട്ടിലോ എന്റെ മയ്യത്താണെങ്കിലോ റബ്ബേ, എന്റെ മയ്യത്താണെങ്കിലോ അല്ലാഹ് പരിപൂർണമായി ഒറ്റപ്പെടുകയാണ്. ബെഡ്റൂമുകൾ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, ഉപയോഗിച്ച വസ്ത്രങ്ങളോട് ബന്ധമില്ല, മൊബൈൽ ഫോൺ പോലും മന്യമായി കിടക്കുമ്പോ വീട്ടിൽ നിന്ന് മയ്യത്തിറക്കുന്ന രംഗമില്ലയോ? കളവ് പറയാത്ത ലോകത്തിന്റെ മുത്ത് പറയാണ്, പുരുഷന്മാർ അവരുടെ ഷോൾഡറിലേക്ക് മയ്യത്തെടുത്ത് വെക്കുമ്പോ ഇദാ കാനത്ത് സ്വാലിഹാ, അത് സ്വാലിഹായ മയ്യത്താണെങ്കിൽ ആ മനുഷ്യൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ നിങ്ങളെ വേഗത്തിലൂടെ കൊണ്ടുപോകണേ, എന്നെ നിങ്ങളെ വേഗത്തിലൂടെ കൊണ്ടുപോകണേ. എന്നാൽ നരകാവകാശിയായ മയ്യത്താണെങ്കിൽ, ദുനിയാവിന്റെ പരീക്ഷണങ്ങളിലൂടെ പരാജയപ്പെട്ടു പോയ മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യനിങ്ങനെ വിലപിക്കുന്നുണ്ട്, യാ വൈലഹാ ഐന തദ്ഹബൂന ബിഹാ, ഇതിന്റെ നാശമേ, ഇതിന്റെ നാശമേ, എങ്ങോട്ടാ നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് വിലപിക്കുമ്പോ അല്ലാഹുവിന്റെ മുത്ത് റസൂല് പറയാ, ഒരു മനുഷ്യനും അതിനെ കേൾക്കാൻ സാധ്യമല്ല. ലൗ സമിഅൽ ഇൻസാനു ലസ്വഇക, മനുഷ്യനെങ്ങാനും ആ ശബ്ദം കേട്ടു പോയിരുന്നെങ്കിൽ അവൻ ബോധരഹിതനായി താഴെ വീഴുമായിരുന്നു. പൊന്നുമ്മാന്റെ മയ്യത്ത് ഷോൾഡറിലേറ്റിയ പൊന്നുമക്കളുണ്ടോ? ഉമ്മാന്റെ നിലവിളി കേൾക്കാൻ സാധ്യമല്ല. കരയല്ല ഉമ്മ, ഞാനില്ല കൂടെ എന്ന് സ്വാതന്ത്ര്യം നൽകാൻ പോലും സാധ്യമല്ല. എന്തിനേറെ പൊന്നുപ്പാന്റെ മയ്യത്താണെങ്കിൽ പോലും കരയണ്ട ബാപ്പാ, ഞാനില്ല കൂടെ എന്ന് പറയാൻ പോലും കഴിയാതെ, അറിയാൻ പോലും സാധ്യമാകാതെ കൊണ്ടുപോകുന്ന ഒറ്റപ്പെടുന്ന നിമിഷമാ. പ്രിയമുള്ളവരെ, ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ അവിടെയും അല്ലാഹുവിന്റെ മുത്ത് റസൂല് പറഞ്ഞു, ഇന്നലിൽ ഖബരിൽ ലഅ്ച, ആ ഖബർ വല്ലാതെ വല്ലാതെ മനുഷ്യനെ ഇടുക്കി കളയുമെന്നാണ്. ഒരാൾ പോലും അതിൽ നിന്ന് രക്ഷപ്പെടില്ല, ഒരാൾ പോലും ഇല്ല. ആരെങ്കിലും ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുമായിരുന്നു എന്നാണ്. ബദറിലെ, ഉഹദിലെ, ഖന്ദഖ് യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത സ്വഹാബി, ബനു അശ്അൽ ഗോത്രത്തെ മുഴുവനായി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന സ്വഹാബി, ഖന്ദഖ് യുദ്ധത്തിൽ ഇബ്നു അറഖ് എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്ത അമ്പ് തന്നെ മുറിവിൽ തട്ടി രക്തം വാർന്ന് മദീനയുടെ മസ്ജിദ് നബിയുടെ ഓരത്ത് അദ്ദേഹത്തെ കിടത്തി പരിചരിക്കുമ്പോൾ ഒരു ദിവസം അസ്ർ കഴിഞ്ഞ് ലോകത്തിന്റെ പ്രവാചകൻ ഇറങ്ങി വരുമ്പോൾ കാണുന്നത് ഒരാടിന്റെ കുളമ്പ് തന്റെ മുറിവിൽ തട്ടി രക്തം വാർന്ന് ലോകത്തോട് വിട പറഞ്ഞ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. അന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, അല്ലാഹുവിന്റെ സിംഹാസനം വരെ കിടുങ്ങിപ്പോയത് അദ്ദേഹത്തിന്റെ റൂഹ് എടുത്തപ്പോഴാ. റഹ്മത്തിന്റെ മലക്കുകൾ സഫായി കാത്തു നിന്നത് സഅദ് ഇബ്നു മുആദിന്റെ റൂഹിനെ കൊണ്ടുപോകാനാണെങ്കിൽ, അങ്ങനെയുള്ള സഅദ് ഇബ്നു മുആദിന്റെ ജനാദ ഖബറിലൂടെ ഇറക്കി വെക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഖബർ വല്ലാതെ വല്ലാതെ ഇടുക്കി കളഞ്ഞു എന്നാണ്. ഖബർ വല്ലാതെ ഇടുക്കി കളഞ്ഞു. പ്രിയമുള്ളവരെ, ഒരു കുട്ടി പോലും അതിൽ നിന്ന് രക്ഷപ്പെടൂല. ഉമ്മാന്റെ ഖബറ്, ഉമ്മാന്റെ മയ്യത്ത് ഇറക്കി വെക്കുമ്പോ ഖബറിനോട് പറയാൻ പറ്റോ, ഖബറേ എന്റെ ഉമ്മാന്റെ പൊന്നുമ്മാന്റെ മയ്യത്താണ് ഖബറേ, ഇടുക്കല്ലേ ഖബറേ എന്ന് പറയാൻ സാധ്യമല്ല, അറിയാനും സാധ്യമല്ല. എന്തിനേറെ ഇന്നലെ വരെ വീടിന്റെ മുറ്റത്തോടി നടന്ന് കളിച്ചിരുന്ന 3-4 വയസ്സായ മക്കളില്ലയോ? വടിയെടുക്കുമ്പോ കരയുന്ന മക്കളാണെങ്കിൽ ഖബറിലൂടെ ഇറക്കി വെക്കുമ്പോ പറയാൻ പറ്റോ, ഖബറേ എന്റെ പൊന്നുമോഹനെ ഇടുക്കല്ലേ ഖബറേ. ഒരാൾക്ക് പോലും സ്വാതന്ത്ര്യം നൽകാൻ കഴിയാതെ ആ ഖബറിലൂടെ വെച്ച് യാത്ര പറഞ്ഞു പോരുന്നൊരു നിമിഷമുണ്ട്. ഓരോ കല്ല് വെക്കുന്തോറും ഇരുട്ട് വീഴുന്ന ഖബറിലെ അവസാനത്തെ കല്ല് വെക്കുന്നതോടുകൂടെ കുറ്റക്കൂരിരുട്ടായി മാറുമ്പോ
അതിന്റെ പഴുതിലൂടെ പ്രകാശമുണ്ടോ? അവിടെ പോലും പുല്ല് വെച്ചടച്ച് അതിന്റെ മേലെ മണ്ണടച്ച് മണ്ണും കളച്ചു മൂടി മറമാടി ആളുകളൊക്കെ യാത്ര പറയുമ്പോ മേടക്ക് പകരം മാളമാ സുബ്ഹാനാ റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സമാന. ചിതലും പൊഴുക്കൽ തവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. അമ്പരചുംബികളായ കോട്ടുകൊട്ടാരങ്ങൾക്ക് പകരം 6 അടി മണ്ണാ റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന. ഒരുപാട് കാലം ആ ഖബറിലൂടെ കഴിയേണ്ടവരാണ്, ഒരുപാട് കാലം കഴിയേണ്ട വീടാ. എല്ലാവരും യാത്ര ഇങ്ങനെ പോകുമ്പോ പൊന്നുമക്കളും ആ ഖബറിൽ ഒറ്റക്കാണ്, പൊന്നു ഭാര്യയും ആ ഖബറിലൂടെ ഒറ്റക്കാ. പ്രിയമുള്ളവരെ, കൂടെ കിടക്കാൻ ഒരാള് പോലും ഇല്ലാതെ സലാം പറഞ്ഞു പോരുമ്പോ പൊന്നുമോളുടെ ജനാസ ഖബറിലാ, പൊന്നുമോന്റെ ജനാസയും ഖബറിലാ. ഒരു ഉമ്മ പോലും കൂടെ കിടക്കണില്ല, ഒരു ബാപ്പ പോലും കൂടെ കിടക്കണില്ല. പ്രിയമുള്ളവരെ, ഏതോ ഒരാളുടെ സാഹചര്യമെന്ന് വിചാരിക്കാനില്ല. ഞാനും എൻ്റെ അമലുമായി ഖബറിന്റെ ജീവിതങ്ങളിലോട് ഞാനൊന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങളിലല്ലോ എൻ്റെ ഖബറിൽ എനിക്ക് കൂട്ടിനാരാ? എൻ്റെ ഖബറിൽ എനിക്ക് ആരാ? അവിടെ രക്ഷപ്പെടണ്ടേ, അവിടെ രക്ഷപ്പെടണ്ടേ? അതിനു വേണ്ടിയുള്ള കുറച്ചു കാര്യം മാത്രമാണ് ഇൻഷാ അല്ലാഹ് ഈ പരിമിതമായ സമയത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള കുറച്ചു കാര്യങ്ങൾ മാത്രം. നമ്മളുടെ ജീവിതം വെറുതെ ഇങ്ങനെ കടന്നു പോകും നമ്മൾ ആരും വിചാരിക്കണ്ട കേട്ടോ. അള്ളാന്റെ മുമ്പിലെ അത് കൊണ്ടുവരപ്പെടും. നമുക്കൊരു തോന്നലുണ്ട്, ഞാൻ അങ്ങനെ അങ്ങോട്ട് രക്ഷപ്പെട്ടോളും എന്നൊരു ധാരണയുണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ കോടതിയിലെ ഹിസാബ് നോക്കുന്നൊരു നിമിഷങ്ങളെ ഭയപ്പെട്ടിട്ടില്ലാതെ കടന്നു പോകാൻ കഴിയില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിലേക്ക് നമ്മളൊന്ന് ആലോചിക്കണം, നമ്മളിലേക്ക് നമ്മളൊന്ന് ആലോചിക്കണം. സാധാരണഗതിയിൽ ആളുകളൊക്കെ നമ്മൾ വിചാരിക്കും അങ്ങനെ ഞാനങ്ങ് രക്ഷപ്പെട്ടു പോകുന്നതാണ്. നമ്മളിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ വളരെ കുറച്ചാണ്, വളരെ കുറച്ചാണ്. പൂർവിക തലമുറയിൽ നിന്ന് ഭൂരിപക്ഷമുണ്ടെങ്കിൽ അള്ളാന്റെ ഹബീബ് ആദ്യമായി സ്വർഗീയ കവാടത്തിൽ വന്ന് നിൽക്കുന്ന, ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്, അള്ളാഹു സ്വർഗത്തിൽ കൊട്ടാരമണത് കാത്തിരിക്കുന്നത് ആരെയാ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂലാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഖുർആനൊന്ന് ഓതിത്തരുമോ അബ്ദുല്ലാഹ്, എനിക്കൊന്ന് ഖുർആനൊന്ന് ഓതിത്തരോ? അദ്ദേഹം പറയാണ്, ഞാൻ ഇങ്ങനെ പ്രവാചകൻ ഓതിക്കൊടുക്കുമ്പോ فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. ഓരോ സമുദായത്തിനും സാക്ഷികളായി അവരുടെ പ്രവാചകന്മാരെ കൊണ്ടുവരുമ്പോ നബിയെ, അങ്ങയുടെ ഉമ്മത്തിന്റെ സാക്ഷിയായി അങ്ങയെ കൊണ്ടുവന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന റബ്ബിന്റെ ആയത്ത് കേൾക്കുമ്പോ റസൂലുള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് ഒരു തേങ്ങൽ കേട്ടുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എൻ്റെ തല ഉയർത്തി നോക്കുമ്പോ തസീലു മിൻ ഐനൈ, റസൂലുള്ളാഹിന്റെ കണ്ണിലൂടെ കണ്ണുനീരിറങ്ങുന്നുണ്ട്. കരഞ്ഞിട്ട് പറഞ്ഞു, നിർത്തണേ അബ്ദുല്ലാഹ്. അള്ളാന്റെ ഹിസാബിനെ അള്ളാന്റെ റസൂൽ പേടിക്കുക. 4-ാമത്തെയും സൂറത്തുൻ നിസാ 41-ാമത്തെ ആയത്താണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നാളെ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെ വിളിക്കപ്പെടുന്ന സഹാബിയ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ് പാറിക്കളിക്കുന്ന പക്ഷികളെ കണ്ടപ്പോൾ പറഞ്ഞത്, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ അള്ളാന്റെ ഹിസാബ് വിചാരണ എനിക്ക് നേരിടേണ്ടി വരില്ലല്ലോ. നമ്മളൊക്കെ ധൈര്യത്തിൽ കഴിയാ. എന്ത് ധൈര്യ പ്രിയമുള്ളവരെ, എന്ത് ധൈര്യ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയുടെ മസ്ജിദുൻ നബിയിൽ അള്ളാന്റെ ഹബീബ് പറയാൻ, അതിമനോഹരമായ സ്വർഗത്തിന്റെ അരുവിയുടെ ഓരത്തെ സുന്ദരമായ വെള്ളക്കൊട്ടാരം കാണിക്കപ്പെട്ടു എന്നാണ്. ആരുടെ കൊട്ടാരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഉമറിനുള്ള കൊട്ടാരാൻ. ഉമർ കുറച്ച് ഏറത്തുള്ള ആളാണ്, ദേഷ്യമുള്ള ആളാണ്. ഉമറിന് അത് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ അവിടെ കയറിയില്ല എന്ന് പറയുമ്പോ
ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ആറു അലൈക യാ റസൂലല്ലാഹ്, അങ്ങയോട് ഞാൻ ദേഷ്യപ്പെടാനോ നബിയേ? ഉമറിന് അല്ലാഹു എന്തൊന്നു നൽകുന്നുവോ അത് മുഴുവനും എന്റെ പ്രവാചകനും ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവരെ, സ്വർഗമുറപ്പാണ്, കൊട്ടാരമുറപ്പാണ്. ഫൈറൂസ് അബൂലുലുത്തുൽ മജൂസി എന്ന് പറയുന്ന മനുഷ്യന് ഇരുതല മൂർച്ചയുള്ള കടാര 7 തവണ അദ്ദേഹത്തിന്റെ വയറ്റിലൂടെ പ്രഹരിക്കുമ്പോ കുടൽമാല മുറിഞ്ഞ് താഴെ വീഴുമ്പോ പാല് കൊടുത്താലും വെള്ളം കൊടുത്താലും മുന്തിരി നീര് കൊടുത്താലും പുറത്തേക്കാണ്. മാരകമായ മുറിവോടെ ബനൂ മുആവിയ ഗോത്രത്തിലെ വിഷവൈദ്യർ വന്നിട്ട് പറയാണ്, ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറയുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, താങ്കൾ സത്യമാണ് പറഞ്ഞത് എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അടക്കമുള്ള ആളുകൾ വന്നിട്ട് പറയാണ്, അബ്ശിർ ബിബുശ്റാ ബിസുഹബത്തി റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ സഹവാസം കൊണ്ട് സന്തോഷിക്കാമല്ലോ. ആദ്യ കാലഘട്ടങ്ങളിൽ ദീനിനെ സഹായിച്ച ആരാണ് ഉമറേ താങ്കള്? റസൂലുള്ള വിട പറയുമ്പോ താങ്കളെ പറ്റി തൃപ്തിപ്പെട്ടതാണ്. രണ്ടാളുകൾക്കിടയിൽ താങ്കളെ പറ്റി അഭിപ്രായ വ്യത്യാസമില്ല എന്ന് പറയുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ആകാശ ഭൂമി നിറയെ സ്വർണവും വെള്ളിയും കിട്ടിയാലും പരലോകത്ത് രക്ഷപ്പെടാൻ ഞാനത് ചെലവഴിക്കുമായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു. അവർക്ക് പേടിയുണ്ട്. മലായിക്കത്തുകൾ പോലും ലജ്ജിച്ചു വന്ന മഹാൻ, ലജ്ജിച്ചു പോയ മഹാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. സ്വർഗ്ഗോറപ്പാൻ, അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സ്വഹാബിയ. പക്ഷേ സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ് കാണാ, ഇദാ വഖഫ അലാ ഖബറിൻ ബക, ഖബറിന്റെ ചാര വന്ന് നിൽക്കുമ്പോൾ വല്ലാതെ കരയുന്നാൻ. പ്രിയമുള്ളവരെ, അവരൊക്കെ പേടിച്ചു പോയൊരു പരലോകം. നമ്മളിങ്ങനെ സമാധാനത്തിലിരിക്കില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ പരലോകത്തെ രക്ഷപ്പെടാൻ, അള്ളാന്റെ മുമ്പിൽ വിചാരണക്ക് പോകാൻ, ഒറ്റപ്പെടുന്ന നാളിൽ നമുക്കൊന്ന് രക്ഷപ്പെടാൻ, അവിടെ നമുക്ക് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർത്തീകരിച്ച ഇസ്ലാം സച്ചരിതരായ സ്വഹാബത്തിലൂടെ കൈമാറി വന്ന ആ പുണ്യദീനിനെ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇശാ ജമാഅത്ത് നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ സംസാരം ഒരല്പസമയം നമ്മൾ നിർത്തിവെക്കുകയാണ്. ജമാഅത്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വീണ്ടും പുനരാരംഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിലൂടെ പറയാൻ, സംസാരിക്കാൻ, കേൾക്കാൻ, ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.